ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവലൊക്കെ നടക്കല്ലേ. അപ്പോൾ നമ്മളൊരു GoPro മേടിച്ചിട്ടുണ്ട്. സാധനം വന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് GoPro 13 അല്ല, നമ്മൾ 12 മേടിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GoPro 13 നോക്കിയ സമയത്ത് അത് അത്യാവശ്യം ഓവർ പ്രൈസിലായിട്ട് തോന്നി. ഒരു 40,000 അടുത്ത് വരുന്നുണ്ട്. ടെക്നിക്കലി പറയുമ്പോൾ GoPro 13 അതുപോലെ തന്നെ GoPro 12 തമ്മിൽ വലിയ ഒരു ഡിഫറൻസ് വരുന്നില്ല. ഒരു ഹൈപ്പർ സ്മൂത്തിൻ്റെയും കാര്യങ്ങളുടെയും കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അല്ലാണ്ട് വലിയൊരു ഇമ്പാക്റ്റ് വരുന്നില്ല. സോ ഐ തിങ്ക് 13 ഈസ് ഫൈൻ ഫോർ ദ കോസ്റ്റ്. സോ നമുക്കിത് സമയം കളയേണ്ട അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണ് സംഭവം വന്നിട്ടുള്ളത്. ബോക്സ് സീലൊന്നും പൊട്ടിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും സംഭവം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ GoPro 12 ബ്ലാക്ക്. 24 മാസം വാറണ്ടി ഒക്കെ തരുന്നുണ്ട് കേട്ടോ അവർ. ഇന്ത്യ ഒഫീഷ്യൽ പ്രോഡക്റ്റ് ഇൻക്ലൂഡ്സ് 24 months വാറണ്ടി പറയുന്നുണ്ട്. സീലൊക്കെ ലോക്കഡാണ്. നമ്മളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. ആമസോണും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് സീലൊക്കെ വെരിഫൈ ചെയ്യാനുള്ളത്. ഇതിൽ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ അവരിവിടെ തന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എൻഡ്യൂറോ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഈ എൻഡ്യൂറോ ബാറ്ററി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബാക്കപ്പ് തരും. സാധാരണ GoPro ഇപ്പോൾ 8, 9, 10 വരുന്നുണ്ടായിരുന്നത് ഒരു 1.5 മണിക്കൂറൊക്കെ ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ബാക്കപ്പ് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സാണ് 27 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത്. വാട്ടർ പ്രൂഫ് 10 മീറ്റർ, ദെൻ സ്ലോ മോഷൻ സപ്പോർട്ടഡാണ്. ടൈം ട്രാപ്പ് 3.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ട്. പിന്നെ സൂപ്പർ ഫോട്ടോ പ്ലസ് റോ ഫോട്ടോസ് എടുക്കാം നമുക്ക്. ഈ iPhone 16 15 വന്നിട്ടുണ്ട് ഈ റോ ഫോട്ടോസ്. സാംസങ്ങിൻ്റെയും പല ഡിവൈസിലൊക്കെ റോ ഫോട്ടോസ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ദെൻ 10 ബിറ്റ് കളറാണ് വരുന്നത്. ദെൻ എന്താണ് HDR സപ്പോർട്ടിങ് ഉണ്ട്. 1080 നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യണവർക്കൊക്കെ ഈ ഒരു ഡിവൈസ് കോമ്പാറ്റബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹൈപ്പർ വ്യൂ, കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ. ദെൻ വോയിസ് കൺട്രോൾ ആസ് യൂഷ്വൽ അതുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് 5.3K 60p സപ്പോർട്ട് വരുന്നുണ്ട്. 4K ആണെന്നുണ്ടെങ്കിൽ ഒരു 120 ഫ്രെയിം പെർ സെക്കൻഡിൽ സപ്പോർട്ട് വരുന്നുണ്ട്. 2.7K ആണെന്നുണ്ടെങ്കിൽ ഒരു 240 ഫ്രെയിം പെർ സെക്കൻഡ്. അപ്പോൾ നല്ല എന്താ പറയുക, സ്ലോ മോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ MRP ഉണ്ടോ 45,000 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആമസോണിൻ്റെ പ്രൈസിലാണ്, ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൻ്റെ പ്രൈസിലാണ്. ഒരു 29,000 താഴെയാണ് സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. തുറക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു, ഇതിനകത്തൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. തുറക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു കേസിങ് അവർ തരുന്നുണ്ട്. ഇത് കടലാസാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതാ ഇത്തരത്തിൽ ഒരു യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു യൂസർ മാനുവൽ, പിന്നെന്താണ് സബ്സ്ക്രൈബ് ടു GoPro ഫോർ ദ എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്താ സംഭവം എന്നുള്ളതൊക്കെ. ഓക്കെ, ഇതിൻ്റെ മാനുവലാണ്. ഇത് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ദെൻ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇതിൽ ബാറ്ററി എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, കേബിൾ എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ നമുക്ക് ഇതിനകത്തൊരു GoProൻ്റെ 2-3 സ്റ്റിക്കേഴ്സ് അവർ തരുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ആപ്പിൾ തരുന്നുണ്ടായിരുന്നു, 16 തൊട്ട് ആ പരിപാടി അവർ നിർത്തി. എനിവേ ഇറ്റ് ഈസ് ദ സം അതർ കാർഡ്സു ഹാവ് പ്രോഡക്റ്റ് കോസ്റ്റ്യൂംസ്. നോർമലി ഇതൊക്കെ ആരെങ്കിലും വായിച്ച് നോക്കാറുണ്ടോ? ഞാനൊന്നും വായിച്ച് നോക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇൻബോക്സ് ഒരു USB-C ആണ്. USB-C to USB കേബിൾ വരുന്നുണ്ട്. ദെൻ ഇത്തരത്തിലുള്ള ഒരു മൗണ്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഹെൽമെറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സർഫേസിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ടും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് ആ മൗണ്ട് കൂടെ വയ്ക്കാം. ദെൻ ബാറ്ററി ഇത്തരത്തിലുള്ളൊരു കവറേജിൽ ആണ് ബാറ്ററി ഇതിൻ്റെ വരുന്നത്. വീണ്ടും ഈ മൗണ്ടിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത്തരത്തിൽ നമുക്ക് ഓക്കെ ഇത്തരത്തിലുള്ളൊരു സംഭവം നമുക്ക് തരുന്നുണ്ട്. ദെൻ ഒരു സ്ക്രൂ, ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രൂ ഇതിനകത്ത് തരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ദെൻ ഫൈനലി
This is our GoPro. Okay. ഡിഫറൻസ് ഒന്നുമില്ല, പഴയ GoPro പോലെ തന്നെ. ഇത്തിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പിടിക്കുന്ന സമയത്ത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതെല്ലാം കടലാസാണ് കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുള്ള സംഭവം ഇതിനകത്ത് ഞാൻ കണ്ടില്ല. എവറിത്തിങ് ഈസ് കണ്ടില്ലേ, പേപ്പറാണ്. ഇൻക്ലൂഡിങ് ഇതുവരെ പേപ്പറായിട്ടാണ് അവർ തന്നിട്ടുള്ളത്. GoPro 12, പവർ ബട്ടൺ, ദെൻ മോഡ് ബട്ടൺ, അങ്ങനെ കുറേ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വരും. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കളയാം. ഇച്ചിരി സ്റ്റിക്കിയാണ്, സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ദെൻ ലെൻസിൻ്റെ സ്റ്റിക്കർ വളരെ ഈസി ആയിരുന്നു. ദെൻ അതല്ല, യെസ്, ഇതാണ് നമ്മുടെ GoPro 12. ഓക്കെ, ഇതിൻ്റെ ഒരു അടിയിൽ ഇങ്ങനെ നമുക്ക് ഇത്തരത്തിലൊരു ഇത് വരുന്നുണ്ട്. നമുക്കിത് ഒരു മൗണ്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇത്തരത്തിൽ ഇത് ഇൻസർട്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കണ്ട സ്ക്രൂ ഇതിനകത്ത് നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം. സോ ഈ പ്രതലം എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ കാറിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ കാറിൻ്റെ ഡാഷിൽ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതൊരു 3mm ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഇതിൻ്റെ ഇതിലുള്ളത്. ഓക്കെ, അല്ലാത്തവർക്ക് ഇതേ സംഭവത്തിൻ്റെ നമുക്ക് ആക്സസറീസ് വേറെ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു ആക്സസറി ഉണ്ട്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് അത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എനിക്കിത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഓൾറെഡി GoPro എന്ന് പറയുന്നത് കണ്ടില്ലേ, Hero 7 ആണ്. GoPro Hero 7 ഇത് 7 ഇറങ്ങിയ സമയത്ത് മേടിച്ചിട്ടുള്ളൊരു ഡിവൈസാണ്. ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ്, പെർഫെക്റ്റ്ലി വർക്കിംഗ്. ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ചില സമയത്തൊന്നും ഓഫായി പോകുന്നുണ്ടെന്നല്ലാതെ വേറെ ടെക്നിക്കലി ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ 7 നിന്നാണ് ആക്ച്വലി ഞാൻ 12ലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു എപ്പോഴും ലേറ്റസ്റ്റ് മോഡലിലേക്ക് ചെയ്യുന്ന ഒരാളല്ല. എപ്പോഴും ആ ലേറ്റസ്റ്റ് മോഡലിനെ തൊട്ട് പിന്നിലുള്ള സംഭവത്തിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ പ്രൈസിങ്ങിൽ അത് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നോക്കി, സൈസിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 7ഉം 12ആയിട്ട് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈവൺ അതിൻ്റെ ബാറ്ററി ആയാൽ പോലും ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ട്. ഇത് പിടിച്ചിട്ടാണ് നമ്മൾ ബാറ്ററി വലിക്കുന്നതും ഇൻസർട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്നിട്ട് നോക്കാം കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യുക. പുള്ളി ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ ആ ബാറ്ററി ഇടാനുള്ള ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് മെമ്മറി കാർഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ പഴയ GoProനകത്ത് മെമ്മറി കാർഡും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ട് നോക്കാം. ഓക്കെ, ഒരു 256 GB മെമ്മറി കാർഡാണ്. നമുക്കിതൊന്നും ഇല്ലാത്ത ഇട്ട് നോക്കാം. ഓക്കെ, ദെൻ ദ ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ള ലെഗ് നോക്കിയിട്ട് ഇങ്ങനെ വേണം ഇതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ വൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓക്കെ, ടേൺ ഓൺ. അപ്പോൾ ബാറ്ററി ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചാർജ് ചെയ്തിട്ട് വരാം. ഉണ്ട്, ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ആയി. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതേ ഇത്തരത്തിലൊരു പവർ ബാങ്കിൽ നമ്മൾ കണക്ട് ചെയ്തേക്കാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെറ്റപ്പ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ഇതിൽ നമ്മുടെ ലാംഗ്വേജ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് സൂം ചെയ്യാം കേട്ടോ. കാണാൻ വേണ്ടില്ലേ, ഇത്തരത്തിൽ ലാംഗ്വേജ് വരുന്നുണ്ട്, ഇംഗ്ലീഷ്. നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ലീഗൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എഗ്രി. വോയിസ് കൺട്രോൾ ഓൺ ആക്കണമെന്നുള്ളത് നമുക്കത് ഓണാക്കണം. വോയിസ് കൺട്രോൾ ലാംഗ്വേജ് സെറ്റ് ടു ഇംഗ്ലീഷ്. ഓക്കെ, ഓക്കെ, ഇൻസ്റ്റാൾ ദ GoPro ക്വിക്ക് ആപ്പ് ഓൺ യുവർ ഫോൺ ആൻഡ് ഫിനിഷ് ദ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത് നമ്മളിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സാധനം വന്നു, ഇതിൽ കണക്ട് ചെയ്തു. നമ്മളിതിലൊരു പേര് കൊടുത്ത് സംഭവം നമുക്ക് സേവ് ചെയ്യാം. ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, ന്യൂ നെയിം സേവ്. കണ്ടിന്യൂ.
ഇതിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല കേട്ടോ, ഫുള്ള് നമുക്ക് ഇവിടെ തന്നെ എല്ലാം ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നുണ്ട്. യുവർ ഫോൺ ഓർ ടാബ്ലറ്റ് വിൽ ആസ്ക് ഫോർ പെർമിഷൻ. ഓക്കെ, വീണ്ടും ക്യാമറ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അക്സെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ അത് അപ്ഡേറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം ഡൗൺലോഡിങ് അപ്ഡേറ്റ്. കീപ്പ് യുവർ ക്യാമറ പ്ലഗ്ഡ് ഇൻ ഇഫ് കണക്റ്റഡ് ടു ദ പവർ ബാങ്കിലോട്ട് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഏത് സോഫ്റ്റ്വെയർ ആയാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണ ഒരു പ്രോസസ്സ് വരുമ്പോൾ അത് പ്ലഗ് ഇൻ ചെയ്തിടുന്നതായിരിക്കും നല്ലത് ആ ഡിവൈസ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷട്ട് ഡൗൺസ് നമുക്ക് ഒഴിവാക്കാം. ചിലപ്പോൾ അത് ക്രാഷായി പോകും, പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് USB കാർഡ് മേ ബി ടു സ്ലോ ഫോർ സം സെറ്റിങ്സ്, യൂസ് ഫാസ്റ്റർ കാർഡ് V30 ഓർ ഹയർ ടു മാക്സിമൈസ് പെർഫോമൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടുള്ളത് A10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ആണ്. അപ്പോൾ അവർ പറയുന്നത് V30 എങ്കിലും മിനിമം ഇടണം. മേ ബി അത് 4K സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ദിസ് ഇസ് ഫൈൻ, നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തൊരു 26% ബാറ്ററി ആയിട്ടുള്ളൂ. ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെ വീഡിയോ കാണാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ഇടുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ അടിച്ചു. ദെൻ ഐ വിൽ ഡു ദിസ് ലേറ്റർ. നോ താങ്ക്സ്. ഓക്കെ, ഇറ്റ്സ് റെഡി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് വന്നു, വേണ്ട അപ്ഗ്രേഡ് യുവർ SD കാർഡ്. യുവർ SD കാർഡ് മേ ബി ടു സ്ലോ ഫോർ സം സെറ്റിങ്സ് എന്നാണ് അവർ പറയുന്നുള്ളൂ. ഗോട്ട് ഇറ്റ്. സോ ഇറ്റ്സ് കണക്റ്റഡ്. അപ്പോൾ ഈ ആപ്പിനകത്ത് തന്നെ നമുക്ക് ആ ഒരു പ്രീവ്യൂ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ലൈവ് പ്രിവ്യൂ അതിനകത്ത് തന്നെ കാണാം. നമുക്ക് അത് രണ്ട് രീതിയിൽ എടുക്കാം. നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണലിലൊക്കെ ഇത് എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഹലോ സംഭവങ്ങളാം. അപ്പോൾ നമുക്ക് ഇതിലൊരു വീഡിയോ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ GoPro 12 ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, അത് കണ്ടില്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഈ GoProന്. നമുക്ക് മൈക്ക് ആയിട്ട് നമ്മുടെ എയർപോഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസിലുള്ള ഏതെങ്കിലും ഹെഡ്ഫോണോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് സംഭവം കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് ഇതുവഴിയാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. ദെൻ നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. ഇനിയുള്ള ക്വാളിറ്റി നമ്മൾ ഇതിൻ്റെ ഇൻബിൽട്ട് മൈക്കിൽ എത്ര ക്വാളിറ്റി വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് GoProൻ്റെ ഇൻബിൽട്ട് മൈക്കിലുള്ള ക്വാളിറ്റിയാണ്. ഇത് രണ്ടും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പം സോഫാർ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ പോർട്ട് അടിപൊളിയാണ്. നമുക്ക് ആ ഒരു നമ്മളെന്താണ് വ്ളോഗ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കംപ്ലീറ്റ് ഫ്രെയിം ലെഫ്റ്റ് ടു റൈറ്റ് ആ ഫ്രെയിം കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് അടിപൊളി ഒരു ഫീച്ചറാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെടുക്കുന്നത് 4K 60 FPS ഈ വീഡിയോ എടുക്കുന്നത്. മേ ബി യൂട്യൂബിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് വരും. ഓൾവേസ് അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നതാണ്. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കണ്ടില്ല, കൈ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഈ സംഭവത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള റൂമിലാട്ടോ. ഈ ഡാർക്കായിട്ടുള്ള റൂമിലും അത്യാവശ്യം ഇതൊരു പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണാം എത്രത്തോളം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത്. സോ ദാറ്റ്സ് ദ വീഡിയോ. ഇനി കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ഇതോ അല്ലെങ്കിൽ ഐഫോൺ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഐഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.